ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാപിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളുടെയും വിജയത്തിന് വേണ്ടിയും ജോലി അന്വേഷിക്കുന്നവർക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് ഈശോ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടലിൽ കാറ്റും കോളും ഉണ്ടാകുകയും ശിഷ്യന്മാരെ ഉറക്കെ വിളിച്ച് കരയുകയാണ്. ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് ഈശോ കൊടുത്ത ഉത്തരം ഇത്രയുള്ളു: അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടതെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും ഏത് മേഖലയിലായാലും ഈശോയെ കൂടെ ജീവിക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും, ഒത്തിരി പ്രയാസങ്ങളുണ്ടാകും. പക്ഷെ അതിന്റെ നടുവിൽ ദൈവമുണ്ട് എന്ന് ഇന്നത്തെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്, അല്ലെ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അല്പവിശ്വാസികളെ, എന്തിനാണ് നിങ്ങൾ ഭയപ്പെട്ടത്? ഞാൻ ഈ വള്ളത്തിലുള്ള കാര്യം നിങ്ങൾ മറന്നുപോയെന്നാണ് ഈശോ ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലയിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്കും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രതികൂലമായ സാഹചര്യത്തിന്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ശക്തമായ ഒരു കരം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ നിമിഷങ്ങളിൽ കർത്താവ് ഈ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ജീവിതങ്ങൾ ഇപ്പോൾ കർത്താവെ തൊട്ട് അവിടുന്ന് അനുഗ്രഹിച്ച് കടലിനെയും കാറ്റിനെയും അവിടുന്ന് ശാന്തമാക്കിയ പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെല്ലാം മാറ്റി അവിടുത്തെ കൃപയിൽ അവരെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. ഓ കർത്താവായ ദൈവമേ, ഈ വീഡിയോ കാണുമ്പോൾ കർത്താവിന്റെ കൃപ അവരുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് എല്ലാ പ്രതിബന്ധങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.